തെക്കൻ ഗാസയിലെ ഇസ്രയേൽ ആക്രമണത്തിൽ 40ഓളം പേർ കൊല്ലപ്പെട്ടതായി ഹമാസ്. ഖാൻ യൂനിസിൽ ആക്രമണം നടത്തിയതായി ഇസ്രയേലും സ്ഥിരീകരിച്ചു. ഹമാസിന്റെ ഒളിത്താവളങ്ങളിലാണ് ആക്രമണം നടത്തിയത് എന്ന് ഇസ്രയേൽ വ്യക്തമാക്കി. ഇവരുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, നിരവധി ആൾക്കാരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. മറ്റു വിശദാംശങ്ങളും എന്തൊക്കെയാണ്? തീർച്ചയായും സുരേഷ്, 40-ലേറെ പേർ ഖാൻ യൂനിസിൽ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഗാസയുടെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പുണ്ടായിരിക്കുന്നത്. ആക്രമണം നടന്നുവെന്ന് ഇസ്രായേലും സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തീർച്ചയായും വലിയൊരു പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി തള്ളിക്കളയാനാവില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ഈ അടുത്ത ദിവസങ്ങളിലായി തുടർച്ചയായ ആക്രമണങ്ങൾ ഇസ്രായേൽ തുടരുകയാണ്. ഇസ്രായേൽ ഇതിനെ നൽകുന്ന വിശദീകരണം ഹമാസിൻ്റെ ഒളിത്താവളങ്ങളിലാണ് തങ്ങളുടെ ആക്രമണം നടക്കുന്നതെന്നാണ്. തീർച്ചയായും ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ നമുക്കറിയാവുന്നതാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ, അതായത് ഏതാണ്ട് ഒരാഴ്ച മുൻപാണ് 6ഓളം ബന്ദികളുടെ മൃതദേഹങ്ങൾ വീണ്ടെടുക്കുന്നത് ഉൾപ്പെടെയുള്ള രീതിയിലേക്കുള്ള ഓപ്പറേഷൻസ് ഇസ്രായേലിന് നടത്തേണ്ടി വന്നത്. അതെല്ലാം തന്നെ വലിയ പ്രശ്നങ്ങൾ വിളിച്ചു വരുത്തിയിരുന്നു. മാത്രമല്ല, മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായത് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ രൂക്ഷമായ വിമർശനം ബന്ദികളുടെ മോചനത്തിൻ്റെ കാര്യത്തിൽ ഇസ്രായേൽ സ്വീകരിക്കുന്നില്ല എന്നൊരു നിലപാട് അറിയിക്കുകയും ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റ് തന്നെ ഇക്കാര്യം മാധ്യമങ്ങളോട് പറയുകയും ചെയ്തൊരു പശ്ചാത്തലത്തിൽ ബന്ദികളുടെ മോചനം സാധ്യമാക്കുക എന്നൊരു അജണ്ടയാണ് തങ്ങൾ നടപ്പാക്കുന്നത് എന്ന നിലപാടാണ് പ്രത്യക്ഷമായില്ലെങ്കിലും ഇസ്രായേൽ പറയുന്നത്. ഈ ഒരു ആക്രമണം ഗാസയിലെ വിവിധ ഇടങ്ങളിൽ നടക്കുമ്പോൾ സ്വാഭാവികമായും അവിടെയുള്ള വെടിനിർത്തൽ സാധ്യതകളെയും അതുപോലെ തന്നെ സമാധാന നീക്കങ്ങളെയും അത് പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഉണ്ടാകുന്ന രക്തച്ചൊരിച്ചിലുകളും അതുപോലെ തന്നെ കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതും അത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക്, അതായത് യുദ്ധാനന്തരമായ സമാധാന പ്രവർത്തനങ്ങൾക്ക്, ആശ്വാസ പ്രവർത്തനങ്ങൾക്ക്, മാനുഷിക പ്രവർത്തനങ്ങൾക്കെല്ലാം വിഘ്നം സംഭവിക്കുന്നു എന്ന വിമർശനവും ഉയർന്നു വരുന്നുണ്ട്. ഈ പലസ്തീനിലെ ഇസ്രയേൽ സൈനിക സാന്നിധ്യം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ഐക്യരാഷ്ട്രസഭയിൽ വോട്ടെടുപ്പ് നടക്കാൻ തന്നെയാണ് സാധ്യതയും, അല്ലേ? തീർച്ചയായും അത് വെസ്റ്റ് ബാങ്കിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിഷയത്തിലാണ് ഈ വോട്ടെടുപ്പിനുള്ള സാധ്യതയിലേക്ക് UN നീങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് വെസ്റ്റ് ബാങ്കിലെ പാലസ്തീൻ സൈനിക സാന്നിധ്യങ്ങളെല്ലാം സാന്നിധ്യങ്ങൾ ഒഴിവാക്കുന്നത് സംബന്ധിച്ച ഒരു നിലപാടാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. പാലസ്തീൻ അതോറിറ്റി വളരെ കൃത്യമായി പറയുന്നത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ നിലപാട്, ജൂണിൽ ഇത് സംബന്ധിച്ച നിലപാട് പുറത്തു വന്നിരുന്നു. പൂർണ്ണമായും വെടിനിർത്തലും ശാശ്വത സമാധാനവും ആ പ്രദേശത്ത് നിന്നവർ മാറിപ്പോകേണ്ടതും അനിവാര്യമാണ് എന്ന നിലപാടാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അത് നടപ്പാക്കണമെന്നൊരാവശ്യമാണ് ഒരു പ്രമേയമായി അവതരിപ്പിക്കാൻ പാലസ്തീൻ അതോറിറ്റി, അതായത് വെസ്റ്റ് ബാങ്കിൻ്റെ അധികാരത്തിലുള്ള പാലസ്തീൻ അതോറിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. അതിനെ ഇസ്രായേൽ ശക്തമായി എതിർക്കുകയും ചെയ്യുന്നുണ്ട്. സുരേഷ്.